ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായി ചാലിയാറിൽ വ്യാപക തെരച്ചിൽ. ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് പ്രദേശത്തിന്റെ പുനരധിവാസത്തിന് ആവശ്യമായതെല്ലാം ചെയ്യുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് കടലിലിറങ്ങിയ ബോട്ടുകാർക്ക് നിരാശ. വയനാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രിയങ്ക ഗാന്ധി ഇടപെടണമെന്ന് ലാഡർ ചെയർമാൻ CN വിജയകൃഷ്ണൻ. ചരിത്രത്തിലാദ്യമായി കോഴിക്കോട്ടു നിന്നും മലേഷ്യയിലേക്ക് വിമാന സർവീസ് ആരംഭിച്ചു. വിമാന കമ്പനി സാരഥികളെ ആദരിച്ച് MDC. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായി ചാലിയാറിൽ വ്യാപക തെരച്ചിൽ. അറപ്പുഴ പാലം മുതൽ ബേപ്പൂർ അഴിമുഖം വരെയാണ് തെരച്ചിൽ. ഡ്രോൺ ഉപയോഗിച്ചും ജല ക്യാമറകൾ ഇറക്കിയുമാണ് പരിശോധന. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവരുടെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ചാലിയാറിൽ ഒഴുകിയെത്തിയ സാഹചര്യത്തിലായിരുന്നു പ്രത്യേക പരിശോധന. ഫറോക്ക് അസിസ്റ്റന്റ് കമ്മീഷണർ AM സിദ്ദീഖ്, മീഞ്ചന്ത അഗ്നിരക്ഷാ നിലയം ഓഫീസർ MK പ്രമോദ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ അറപ്പുഴ പാലം മുതൽ ചാലിയാർ അറബിക്കടലിൽ ചേരുന്ന ബേപ്പൂർ അഴിമുഖം വരെ തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. വിവിധ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് ചാലിയാർ അവസാനിക്കുന്ന ഭാഗം വരെ പരിശോധന നടത്താൻ ADGP MR അജിത് കുമാർ നിർദ്ദേശം നൽകിയിരുന്നു. ഇതുപ്രകാരം പുഴയുടെ തീരം അതിരിടുന്ന ഫറോക്ക്, നല്ലളം, ബേപ്പൂർ, കോസ്റ്റൽ, പന്തീരങ്കാവ്, വാഴക്കാട് പോലീസുകാർ 3 ടീമായി തിരഞ്ഞായിരുന്നു നദിയിലും തീരപ്രദേശങ്ങളിലും തിരച്ചിൽ നടത്തിയത്. പോലീസിന്റെ നിർദ്ദേശപ്രകാരം പ്രാദേശിക രക്ഷാപ്രവർത്തകരും ടീം പള്ളിമേത്തലിന്റെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തകരും രാമനാട്ടുകര റെസ്ക്യൂ വോളണ്ടിയർമാരും സമാന്തരമായി ചാലിയാറിലുടനീളം തിരച്ചിൽ നടത്തി. നല്ലളം സ്റ്റേഷൻ, പന്തീരങ്കാവ് സ്റ്റേഷൻ, മാവൂർ സ്റ്റേഷൻ, പിന്നെ അതാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഉത്തരവാദിത്തം. അതായത് TDRFന്റെ ജില്ലാ കോർഡിനേറ്റർക്ക് എനിക്ക് കിട്ടിയത്. നേരെ മറിച്ച് അവിടുന്ന് അങ്ങോട്ട് ഞങ്ങളെ ചീഫ് കോർഡിനേറ്റർ ഉമർ അലി ഷിഹാബ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് വാഴക്കാട് മുതൽ നിലമ്പൂർ വരെയുള്ള പ്രദേശങ്ങളിൽ TDRFന്റെ സന്നദ്ധ പ്രവർത്തകരും അതാത് പ്രദേശത്തുള്ള പോലീസും സംയുക്തമായി തെരച്ചിൽ നടത്തുന്നത്. മണക്കടവ് അറപ്പുഴ മുതൽ ഏതാണ്ട് ഒളവണ്ണ ചുങ്കം വരെ ഇതിൻ്റെ ഈ ഇരു കരകളിലായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങിയിട്ട് തെരച്ചിലിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നത്. ഇൻസ്പെക്ടർമാരായ M വിശ്വംഭരൻ, ദിനേശ് കോറോത്ത്, SIമാരായ RS വിനയൻ, AK അജിത് കുമാർ, C സുജിത്ത്, സ്പെഷ്യൽ ബ്രാഞ്ച് SI PC സുജിത്ത്, കോസ്റ്റൽ SI K സലീം, സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരായ SK ജസ്ലി റഹ്മാൻ, E ഷംസീർ, ശരത് കള്ളിക്കുടം, മുഹമ്മദ് ബാവ, E അഷ്റഫ്, റെസ്ക്യൂ വോളണ്ടിയർ സഹീർ പെരുമുഖം എന്നിവർ ദൗത്യത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് പ്രദേശം സന്ദർശിച്ചു. പ്രദേശത്തിന്റെ പുനരധിവാസത്തിന് ആവശ്യമായതെല്ലാം ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു. ഉരുൾപൊട്ടലിൽ മരണപ്പെട്ട മാത്യുവിന്റെ വീടും മന്ത്രി സന്ദർശിച്ചു. ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് പ്രദേശവും ദുരിതാശ്വാസ ക്യാമ്പുകളും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദർശിച്ചു. ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ മന്ത്രി ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. സുരക്ഷാ ഭീഷണിയുള്ള ക്യാമ്പുകൾ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റാൻ മന്ത്രി നിർദ്ദേശിച്ചു. വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് സർക്കാരിന്റെ അടിയന്തരമായ ഇടപെടലുകൾ ഉണ്ടായതായും കൂടുതൽ പരിശോധനകൾ നടത്തി പ്രദേശത്തിന്റെ പുനരധിവാസത്തിനായി ആവശ്യമുള്ളതെല്ലാം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു.
വാഴാട് കോളനി, മലയങ്ങാട് കോളനി എന്നിവിടങ്ങളിലും ഉരുൾപൊട്ടിയ മഞ്ഞച്ചീളി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുമാണ് മന്ത്രി സന്ദർശിച്ചത്. ഉരുൾപൊട്ടലിൽ മരണപ്പെട്ട മാത്യുവിന്റെ വീട് സന്ദർശിച്ച മന്ത്രി കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. MLA EK വിജയൻ, വാണിമേൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമ രാജു, വാർഡ് മെമ്പർമാരായ ദാൻസി, ശിവറാം എന്നിവർ സന്നിഹിതരായിരുന്നു. MLA മാരായ ലിൻഡോ ജോസഫും സച്ചിൻ ദേവും വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് കടലിലിറങ്ങിയ ബോട്ടുകാർക്ക് നിരാശ. 52 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മീൻപിടുത്തത്തിന് പോയ ബോട്ടുകാർക്ക് പ്രതീക്ഷിച്ചത്ര മീൻ ലഭിച്ചില്ല. കടൽ കനിയാത്തത് ആശങ്ക സൃഷ്ടിക്കുകയാണ് തൊഴിലാളികളിൽ. മൺസൂൺ കാലത്തെ ട്രോളിംഗ് നിരോധനം നീങ്ങിയ ശേഷം കടലോളം പ്രതീക്ഷയിൽ പണിക്കിറങ്ങിയ മത്സ്യത്തൊഴിലാളികൾക്ക് നിരാശയോടെ മടക്കം. പ്രതീക്ഷയ്ക്കൊത്ത് മത്സ്യം കിട്ടിയില്ല. ഹാർബറിൽ നിന്ന് 31 രാത്രി മീൻ പിടിക്കാൻ പോയ 200ഓളം ബോട്ടുകളിൽ 4 എണ്ണമാണ് ഇന്നലെ മടങ്ങിയെത്തിയത്. കുറഞ്ഞ തോതിൽ ഇടത്തരം വലിപ്പത്തിലുള്ള കിളിമീൻ, കലുവക്കോര എന്നിവ മാത്രമാണ് വലയിലായത്. ചിലർക്ക് കുറച്ച് കൂന്തൽ മീൻ ലഭിച്ചു. ചെറിയ ബോട്ടുകളാണ് കര കയറിയതിൽ ഏറെയും. വലിയ ബോട്ടുകൾ 2 ദിവസത്തിനകം തിരിച്ചെത്തും. ബോട്ടുകൾ അറ്റകുറ്റപ്പണി നടത്തിയതിനും ഡീസൽ അടിക്കാനുമായി വൻ തുക മുടക്കി കടലിൽ പോയിട്ടും പ്രതീക്ഷിച്ചത്ര മീൻ കിട്ടിയിട്ടില്ലെന്ന് തൊഴിലാളികൾ പറഞ്ഞു. 52 ദിവസത്തെ നിരോധനത്തിനു ശേഷം പണിക്ക് പോയപ്പോൾ കിട്ടിയ മീനിന് മോശമല്ലാത്ത വില ലഭിച്ചത് മാത്രമാണ് ആശ്വാസം. ഒരു പെട്ടി കിളിമീനിന് 2000 മുതൽ 3000 രൂപ വരെ കിട്ടി. എങ്കിലും ഇന്ധനച്ചെലവ് തികയില്ല. പ്രതീക്ഷയോടെ കാത്തിരുന്ന ആദ്യ ടേണിലും നഷ്ടക്കണക്ക് മാത്രമാണ്. മൺസൂൺ ട്രോളിംഗ് നിരോധനം കഴിയുന്നതോടെ കടലിൽ മത്സ്യം ഗണ്യമായി വർദ്ധിക്കുമെന്നാണ് പൊതുധാരണ. എന്നാൽ ഇതിന് അനുസൃതമായ ആദ്യ നാളുകളിൽ ബോട്ടുകാർക്ക് മീൻ കിട്ടാത്തത് മത്സ്യബന്ധന മേഖലയിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വയനാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രിയങ്ക ഗാന്ധി ഇടപെടണമെന്ന് ലാഡർ ചെയർമാൻ CN വിജയകൃഷ്ണൻ. വയനാട് ദുരന്ത മേഖല സന്ദർശിക്കാനെത്തിയ പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയ നിവേദനത്തിലാണ് അദ്ദേഹം വിവിധ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വയനാടുമായി ബന്ധപ്പെട്ട് ഇനിയും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പ്രശ്നങ്ങൾക്ക് തീർപ്പുണ്ടാക്കാൻ അടിയന്തരമായി ഇടപെടണമെന്ന് വയനാട്ടിലെ ദുരന്തബാധിതരെ സന്ദർശിക്കാനെത്തിയ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയ നിവേദനത്തിൽ ലാഡർ ചെയർമാൻ CN വിജയകൃഷ്ണൻ അഭ്യർത്ഥിച്ചു. കർണാടകയിൽ രാത്രിയാത്ര നിരോധിച്ച പ്രശ്നം ഇപ്പോൾ സുപ്രീം കോടതിയിലാണ്. സുപ്രീം കോടതിയിൽ ജനങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ കർണാടക സർക്കാരിനെ പ്രേരിപ്പിക്കാൻ പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയമായി ഇടപെടണം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർദ്ദേശിക്കപ്പെട്ട നഞ്ചൻകോട് നിലമ്പൂർ റെയിൽവേ ലൈനിന്റെ സാധ്യതാ പഠനങ്ങളൊക്കെ നടന്നതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്നത് വയനാട്ടിലൂടെയാണ്. വയനാട് നിയോജക മണ്ഡലത്തിൽ മാത്രമാണ് റെയിൽവേ ലൈൻ ഇല്ലാത്തത്. നഞ്ചൻകോട് നിലമ്പൂർ റെയിൽവേ ലൈൻ വന്നുകഴിഞ്ഞാൽ എറണാകുളം ബാംഗ്ലൂർ റെയിൽപാത ഏറ്റവും വേഗത്തിൽ എത്താവുന്ന പാതയായി മാറും. അതിന്റെ സാക്ഷാത്കാരത്തിനായി പ്രിയങ്ക ഗാന്ധി പരിശ്രമിക്കണം. അത് വളരെ വേഗത്തിൽ നടപ്പാക്കാൻ റെയിൽവേ മന്ത്രിയിൽ സ്വാധീനം ചെലുത്തണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കാലിക്കറ്റ് പ്രസ് ക്ലബിന് പുതിയ ഭാരവാഹികളായി. കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റായി EP മുഹമ്മദും സെക്രട്ടറിയായി PK സജിത്തും തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പിലൂടെയും സെക്രട്ടറി സ്ഥാനത്തേക്ക് എതിരില്ലാതെയുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് ജില്ലാ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു.
EP മുഹമ്മദ് സുപ്രഭാതം പ്രസിഡന്റായും സയ്യിദ് അലി ശിഹാബ് തങ്ങൾ സിറാജ് ജോയിന്റ് സെക്രട്ടറിയായും കഴിഞ്ഞ ദിവസം നടന്ന വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റ് സ്ഥാനാർത്ഥി EP മുഹമ്മദ് 206 വോട്ട് നേടിയും ജോയിന്റ് സെക്രട്ടറി സയ്യിദ് അലി ശിഹാബ് തങ്ങൾ 309 വോട്ട് നേടിയുമാണ് വിജയിച്ചത്. PK സജിത്ത് ദേശാഭിമാനി സെക്രട്ടറിയായും T ഷിനോദ് കുമാർ മാതൃഭൂമി ട്രഷററായും A ബിജുനാഥ് മാധ്യമം, KS രേഷ്മ വീക്ഷണം എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും PV ജോഷില കൈരളി ജോയിന്റ് സെക്രട്ടറിയായും എക്സിക്യൂട്ടീവ് അംഗങ്ങളായി KP രമേശ് ന്യൂസ്, PP അനിൽകുമാർ ജനയുഗം, KA ഹർഷാദ് ചന്ദ്രിക, മിതോഷ് ജോസഫ് ദി ഹിന്ദു, അശ്വതി മാതൃഭൂമി, നിഷാദ് കുര്യൻ മലയാള മനോരമ, P ഗിരീഷ് കുമാർ കേസരി വാരിക, ശ്യാം K വാര്യർ അമൃത TV എന്നിവരെ നേരത്തെ എതിരില്ലാതെ തിരഞ്ഞെടുത്തിരുന്നു. പ്രസ് ക്ലബിൽ നടന്ന തിരഞ്ഞെടുപ്പ് നടപടികൾ റിട്ടേണിംഗ് ഓഫീസർ AV ഫർദീസ്, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ രമേശ് കോട്ടൂളി എന്നിവർ നിയന്ത്രിച്ചു. M അബ്ദുറഹ്മാൻ, M സുധീന്ദ്രകുമാർ എന്നിവർ നിരീക്ഷകന്മാരായിരുന്നു. C വിനോദ് ചന്ദ്രൻ, പ്രദീപ് ഉഷസ്, CV ഗോപാലകൃഷ്ണൻ, VK ജാബിർ, MV ഫിറോസ്, N രാജീവ്, KC റിയാസ്, അജീഷ തോളി, വിനോദ് താമരശ്ശേരി, P ശശികുമാർ, അഭിലാഷ് മോഹൻദാസ്, T മുംതാസ്, മിനു മുംതാസ്, അഫ്സൽ കോളിക്കൽ, VV സഞ്ജീവ്, M ഉണ്ണികൃഷ്ണൻ എന്നിവർ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിലെ വിദ്യാഭ്യാസ ഗുണതയും പരീക്ഷാ പരിഷ്കാരങ്ങളും എന്ന വിഷയത്തിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. NCERT കേരളം മുൻ ഡയറക്ടർ MA ഖാദർ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള പാഠ്യപദ്ധതി പരിഷ്കരണ ശ്രമങ്ങൾ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ മെച്ചപ്പെടുത്താനും ശക്തിപ്പെടുത്താനുമുള്ള അവസരമാക്കി മാറ്റണമെന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ വിഷയത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളും സംഘടിപ്പിക്കുന്നത്. ഇതിന് മുന്നോടിയായി സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല സെമിനാറാണ് കോഴിക്കോട്ട് വെച്ച് നടന്നത്. കോഴിക്കോട് പരിഷത്ത് ഭവനിൽ നടന്ന സെമിനാറിന്റെ ഉദ്ഘാടനം NCERT കേരളം മുൻ ഡയറക്ടർ പ്രൊഫസർ MA ഖാദർ നിർവഹിച്ചു. സാധാരണക്കാരനും പാവപ്പെട്ടവനും കുട്ടികൾക്ക് അധ്യാപക ശമ്പളം കൊടുത്ത് നിർത്താൻ പറ്റില്ല. അത് വേണമെങ്കിൽ സ്റ്റേറ്റ് തന്നെ തുടങ്ങണം എന്ന് ഫിലോസഫർ BC പറഞ്ഞിട്ടുണ്ട്. പ്ലേറ്റോ പറഞ്ഞോണ്ട് പറഞ്ഞു, ഇവൻ കൺഫ്യൂഷ്യസ് പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിലും എന്തുകൊണ്ടാണ് പറഞ്ഞത് സ്റ്റേറ്റ് തന്നെ റെസ്പോൺസിബിൾ എടുക്കണം? സമൂഹത്തിന് നിങ്ങൾ സ്റ്റേറ്റ് ആണ് ബേസിക് ക്വസ്റ്റ്യൻസ് അഡ്രസ് ചെയ്യുന്നത്. തുല്യത കൊണ്ടുവരണം. ഇപ്പൊ എല്ലാവരും ഈക്വൽ ആയില്ലെങ്കിലും ഇൻഇക്വാളിറ്റി നമ്മൾ അഡ്രസ് ചെയ്യേണ്ടി വരും. എല്ലാവർക്കും പഠിക്കാനും വളരാനുള്ളൊരു അവസരം ഉണ്ടാക്കണം. വെറും പഠിക്കുക മാത്രമല്ല, ആ കുട്ടി അതിനനുസരിച്ച് വളരുകയും മാനസികമായി വളരുകയും സോഷ്യലി ആൻഡ് സോ ഓൺ സോ ഫോർത്ത്. അങ്ങനെയാണ് അധ്യാപകന്റെ രൂപം ചിന്തകരെ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. സംസ്ഥാന വിദ്യാഭ്യാസ സമിതി അംഗം ഡോക്ടർ VP പുരുഷോത്തമൻ വിഷയാവതരണം നടത്തി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി PV ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. KSTA കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷീജ M, AKSTU സംസ്ഥാന പ്രസിഡന്റ് KK സുധാകരൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് മലേഷ്യ വിമാന സർവീസ് ദിനം പ്രതിയാക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. ചരിത്രത്തിലാദ്യമായി കോഴിക്കോട് നിന്നും മലേഷ്യയിലേക്ക് സർവീസ് ആരംഭിച്ച മലേഷ്യൻ എയർലൈൻസ് ഉദ്യോഗസ്ഥരെ MDC പ്രസിഡന്റ് C ചാക്കുണ്ണി ആദരിച്ചു. കിഴക്കൻ ഏഷ്യൻ രാജ്യമായ മലേഷ്യയിലേക്ക് ചരിത്രത്തിലാദ്യമായി കോഴിക്കോട്ട് നിന്നും നേരിട്ട് വിമാന സർവീസ് ആരംഭിച്ചതിന് മലേഷ്യൻ എയർലൈൻസ് ജനറൽ മാനേജർ സുരേഷ് രാമചന്ദ്രൻ നായരെ മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ഭാരവാഹികൾ സന്തോഷവും നന്ദിയും അറിയിച്ചു. കോഴിക്കോട് വിമാനത്താവള ഉപദേശക സമിതി, മലബാറിലെ ജനപ്രതിനിധികൾ, എയർപോർട്ട് ഡയറക്ടർ, വിവിധ സംഘടനകൾ, അൽഹിന്ദ് ഉൾപ്പെടെയുള്ള ടൂർസ് ആൻഡ് ട്രാവൽസ് ഏജൻസികൾ എന്നിവരുടെ പരിശ്രമ ഫലമായാണ് മലേഷ്യയിലേക്ക് സർവീസ് ആരംഭിക്കാൻ കഴിഞ്ഞതെന്നും MDC പ്രസിഡന്റ് C ചാക്കുണ്ണി പറഞ്ഞു. ചരിത്രത്തിലാദ്യമായി കിഴക്കേഷ്യൻ രാജ്യമായ മലേഷ്യയിലേക്ക് കോഴിക്കോട് നിന്നുള്ള നേരിട്ട് സർവീസ് ആഗസ്റ്റ് 1 ആരംഭിച്ചിരിക്കുകയാണ്.
അഭൂതപൂർവമായ ബുക്കിംഗാണ് അതിന് ലഭിച്ചിരിക്കുന്നത്. അതിപ്പോൾ ആഴ്ചയിൽ 3 ദിവസമാണുള്ളത്. അത് ദിനംപ്രതിയാക്കുകയും പിന്നീട് ദിവസം 2 സർവീസായാലും ധാരാളം ആൾക്കാരെ അത് ലഭിക്കാൻ സാധ്യത ഉണ്ട്. അത് മലബാറിൻ്റെ വിമാനയാത്രക്കാരെ ബുദ്ധിമുട്ടുന്ന അമിത വിമാന നിരക്കിനും യാത്രാക്ലേശത്തിനും അതിനു പുറമെ മലബാറിൻ്റെ സമഗ്ര മേഖലയ്ക്ക് ടൂറിസം ഗുണകരമാകും. കോഴിക്കോട് പ്രസ് ക്ലബ്ബിലെത്തിയ സുരേഷ് രാമചന്ദ്രൻ നായരെ സി ചാക്കുണ്ണി ഷോൾ അണിയിച്ച് ആദരിച്ചു. ഭാരവാഹികളായ അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, അഡ്വക്കേറ്റ് TM വേലായുധൻ, PA ജയപ്രകാശ്, അൽഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ MPM മുബഷീർ തുടങ്ങിയവർ സംബന്ധിച്ചു. നിലവിൽ ആഴ്ചയിൽ 3 ദിവസമുള്ള സർവീസ് ദിനംപ്രതി ആക്കണമെന്നും MDC ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഫർണിച്ചർ വ്യാപാരികളും നിർമ്മാതാക്കളും അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അറുതി വരുത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്ന് ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് മർച്ചന്റ്സ് വെൽഫെയർ അസോസിയേഷൻ വിവിധ ആവശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി സിറ്റി ഏരിയ ജനറൽ ബോഡി യോഗം ചേർന്നു. ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് മെർച്ചന്റ് വെൽഫെയർ അസോസിയേഷൻ കോഴിക്കോട് സിറ്റി ഏരിയ ജനറൽ ബോഡി യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാജി മൻഹാർ ഉദ്ഘാടനം ചെയ്തു. ഫർണിച്ചർ വ്യാപാരികളും നിർമ്മാതാക്കളും അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അറുതി വരുത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാവണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രതിസന്ധി നേരിടുന്ന ചെറുകിട മേഖലകളിലും നിർമ്മാണ മേഖലകളിലും സർക്കാർ പ്രത്യേകം പാക്കേജ് കണ്ട് ഈ വ്യവസായത്തെ പുഷ്ടിപ്പെടുത്തണം. വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് സംഘടന കൈത്താങ്ങ് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏരിയ പ്രസിഡന്റ് സലീം ഡക്കോറ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബൈജു കേരള റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി പ്രസീദ് ഗുഡ്വേ, ജില്ലാ പ്രസിഡന്റ് ഷഹരിയാർ കാഫ്കോ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ബിജു കുന്നത്ത്, സമീർ പാർക്ക്, സാജിദ് ഹോംസ് ആൻഡ് റൂംസ്, ജില്ലാ ജനറൽ സെക്രട്ടറി ജിബിൻ കാഡിയ, ജില്ലാ സെക്രട്ടറിമാരായ മുസ്തഫ കൊമ്മേരി, ഫൈസൽ ബാവ, ജില്ലാ ട്രഷറർ സുഹൈൽ വടകര, ജില്ലാ രക്ഷാധികാരികളായ ബാബുരാജ് ചന്ദ്രിക, സുമകൻ വേണു എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി സലീം ഡക്കോറ പ്രസിഡന്റായും ഫൈസൽ ഷാഹുൽ ഹമീദ് എന്നിവർ വൈസ് പ്രസിഡന്റായും ജിനീഷ് വാഴയിൽ ജനറൽ സെക്രട്ടറിയായും സഹദേവൻ ജയരാജ് എന്നിവർ സെക്രട്ടറിയായും അബ്ദുൽ അസീസ് ട്രഷറർ ആയും 31 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എലത്തൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് റെയിൽവേ ഗേറ്റ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. റെയിൽവേ ഗേറ്റ് വഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞ് ഗുഡ്സ് ട്രെയിൻ നിർത്തിയിട്ടതിനെതിരെയായിരുന്നു പ്രതിഷേധം. കഴിഞ്ഞ 2 ദിവസമായി റെയിൽവേ ഗേറ്റ് വഴിയുള്ള കാൽനട യാത്ര പോലും തടഞ്ഞുകൊണ്ട് ഗുഡ്സ് വാഗൺ നിർത്തിയിട്ട് എലത്തൂർ റെയിൽവേ ട്രാക്കിന് കിഴക്കുവശത്തെ 700ഓളം കുടുംബങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ച റെയിൽവേ അധികാരികളുടെ ക്രൂരതയ്ക്കെതിരെ റെയിൽവേ ഗേറ്റ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. എലത്തൂർ റെയിൽവേ ഗേറ്റ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം റെയിൽവേ സ്റ്റേഷന്റെ പ്രവേശന കവാടത്തിൽ അവസാനിപ്പിച്ചു.
പ്രതിഷേധ കൂട്ടായ്മ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി OP ഷിജിന ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ കൗൺസിലർമാരായ VK മോഹൻദാസ്, മാങ്ങാറിയിൽ മനോഹരൻ, മുതിർന്ന സാമൂഹ്യ പ്രവർത്തകർ TP വിജയൻ എന്നിവർ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചു. ചടങ്ങിൽ ആക്ഷൻ കമ്മിറ്റി കൺവീനർ ഷിബു ചന്ദ്രോദയം സ്വാഗതം പറഞ്ഞു. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ പുത്തലത്ത് ഷൈജു അധ്യക്ഷത വഹിച്ചു. പ്രദീപ് മേത്തനം കണ്ടി നന്ദി പറഞ്ഞു. 100 കണക്കിന് ആളുകൾ പ്രതിഷേധ പ്രകടനത്തിലും കൂട്ടായ്മയിലും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എലത്തൂർ. പരീക്ഷാ പരിശീലന സ്ഥാപനമായ ആകാശ് നടത്തുന്ന ആൻതെ ദേശീയ സ്കോളർഷിപ്പ് പരീക്ഷ ഒക്ടോബർ 9 മുതൽ 27 വരെ നടക്കും. രാജ്യത്താകെ 315 കേന്ദ്രങ്ങളിലായി ഓൺലൈനായും ഓഫ്ലൈനായുമാണ് പരീക്ഷ നടക്കുകയെന്ന് ആകാശ് സാരഥികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരീക്ഷാ പരിശീലന സ്ഥാപനമായ ആകാശ് നടത്തുന്ന ആൻതെ ദേശീയ സ്കോളർഷിപ്പ് പരീക്ഷ ഒക്ടോബർ 9 മുതൽ 27 വരെ നടക്കും. 100% വരെ സ്കോളർഷിപ്പ് ലഭ്യമാക്കുന്ന പരീക്ഷ 8-9 ക്ലാസുകളിലെ ഉയർന്ന മാർക്കുള്ള 100 വിദ്യാർത്ഥികൾക്കും 11-12 ക്ലാസുകളിലെ 50 പേർക്കും ക്യാഷ് അവാർഡുകൾ നൽകും. 5 വിദ്യാർത്ഥികൾക്ക് USA കെന്നഡി സ്പേസ് സെന്ററിൽ മുഴുവൻ ചിലവും വഹിക്കുന്ന 5 ദിന യാത്ര സൗകര്യപ്പെടുത്തും. പരീക്ഷ ഓൺലൈനിലും ഓഫ്ലൈനിലുമുണ്ട്. ante.agas.ac.in എന്ന വെബ്സൈറ്റിലോ അടുത്ത ആകാശ് സെന്ററിൽ നേരിട്ടോ രജിസ്റ്റർ ചെയ്യാം. ഇത് കൂടാതെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാട്സ്ആപ്പ് നമ്പർ ഉണ്ട് 7428790080 എന്ന് പറഞ്ഞിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇത് രജിസ്ട്രേഷൻ ചെയ്യാവുന്ന ലിങ്ക്സും സംഭവങ്ങളും എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. ഒക്ടോബർ 20 മുതൽ 27 വരെ രാവിലെ 10:30 മുതൽ 11:30 വരെയാണ് ഓഫ്ലൈൻ പരീക്ഷകൾ. ഓൺലൈൻ പരീക്ഷ 19 മുതൽ 27 വരെ അനുയോജ്യമായ ഏത് സമയത്തും ചെയ്യാം. 8-9 ക്ലാസുകളിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, മെന്റൽ എബിലിറ്റി ചോദ്യങ്ങൾ ഉണ്ടാവും. മെഡിക്കൽ വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുന്ന 10ാം ക്ലാസ്സുകാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, മെന്റൽ എബിലിറ്റി ചോദ്യങ്ങളും ഉണ്ടാകും. എഞ്ചിനീയറിംഗ് താല്പര്യമുള്ളവർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, മെന്റൽ എബിലിറ്റി ചോദ്യങ്ങളും ആയിരിക്കും. നീറ്റ് ഉദ്ദേശിക്കുന്ന 11-12 ക്ലാസ്സുകാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി വിഷയങ്ങളിലും എഞ്ചിനീയറിംഗ് ഉദ്ദേശിക്കുന്നവർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയിലുമായിരിക്കും ചോദ്യങ്ങൾ. ഓൺലൈൻ പരീക്ഷ തുടങ്ങുന്നതിന് 3 ദിവസം മുൻപ് വരെയും ഓഫ്ലൈൻ പരീക്ഷയ്ക്ക് ഒരാഴ്ച മുൻപ് വരെയും അപേക്ഷിക്കാം. 200 രൂപയാണ് പരീക്ഷാ ഫീസ്. ഓഗസ്റ്റ് 15 മുൻപാണെങ്കിൽ 100 രൂപ മതി. ആൻതെ സ്കോളർഷിപ്പ് പരീക്ഷയുടെ മേഖലാതല ലോഞ്ചിംഗ് കോഴിക്കോട് ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ചടങ്ങിൽ ആകാശ് സീനിയർ അസിസ്റ്റന്റ് ഡയറക്ടർ മുർഷിദ് അബ്ദുറഹ്മാൻ നിർവഹിച്ചു. വാർത്താ സമ്മേളനത്തിൽ ആകാശ് സെയിൽസ് ഹെഡ് K സംഷീർ, ബ്രാഞ്ച് മേധാവി വിനായക് മോഹൻ, സീനിയർ എക്സിക്യൂട്ടീവ് PR വിശാൽ തിവാരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായി ചാലിയാറിൽ വ്യാപക തെരച്ചിൽ. ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് പ്രദേശത്തിന്റെ പുനരധിവാസത്തിന് ആവശ്യമായതെല്ലാം ചെയ്യുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് കടലിലിറങ്ങിയ ബോട്ടുകാർക്ക് നിരാശ. വയനാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രിയങ്ക ഗാന്ധി ഇടപെടണമെന്ന് ലാഡർ ചെയർമാൻ CN വിജയകൃഷ്ണൻ. ചരിത്രത്തിലാദ്യമായി കോഴിക്കോട്ടു നിന്നും മലേഷ്യയിലേക്ക് വിമാന സർവീസ് ആരംഭിച്ചു. വിമാന കമ്പനി സാരഥികളെ ആദരിച്ച് MDC. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.
ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.